ഓൺലൈൻ കച്ചവട സ്ഥാപനത്തിൽ നിന്നും വ്യാജവിലാസത്തിൽ വന്ന കഞ്ചാവും മിഠായികൾ പിടികൂടി. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാജവിലാസത്തിലെത്തിയ മിഠായി പാക്കറ്റുകൾ പിടികൂടിയത്. 600 ഗ്രാമിന്റെ 2 പാക്കറ്റുകളിലായി 60 മിഠായികളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റിന്റെ ഓപ്പറേഷൻ തണ്ടർ പ്രോഗ്രാമിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് മിഠായി പാക്കറ്റുകൾ കണ്ടെത്തി. ഓൺലൈൻ കച്ചവട സ്ഥാപനത്തിൽ നിന്നും ഡെലിവറി ഗോഡൌണുകളിൽ നിന്നും നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് മിഠായികൾ പിടികൂടിയത്. 2 പാക്കറ്റുകളിലായി 300ഓളം വരുന്ന 60 മിഠായികളാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കണ്ടെത്തിയത്. സംഭവത്തിൽ തുടരന്വേഷണം ഉണ്ടാകുമെന്നും ജില്ലയിൽ മറ്റു സ്ഥാപനങ്ങളിൽ ഇത്തരം പരിശോധന കർശനമാക്കുമെന്നും ഉദ്യോഗസ്ഥർ അറിയിച്ചു. കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ലഹരിക്കെതിരെയുള്ള ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഇന്ന് വിവിധ കൊറിയർ സർവീസുകൾ നടത്തിയ പരിശോധനയിലാണ് അടിമാലി ഇ-കാർട്ട് കൊറിയർ ലോജിസ്റ്റിക്സിൽ നിന്നും 60 കഞ്ചാവ് മിഠായികൾ കണ്ടെത്തിയിട്ടുള്ളത്. 2 പാഴ്സലുകളിലായി 60 കഞ്ചാവ് മിഠായികൾ കണ്ടെത്തിയത് ഏകദേശം 300 ഗ്രാം തൂക്കം വരുന്നതാണ്. ഇത് സംബന്ധിച്ച് പ്രാരംഭ ഘട്ടത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനാണ് നടന്നു വരുന്നത്. മാനേജർ ഈ ഫെസിലിറ്റിയുടെ മാനേജറോടും സ്റ്റാഫിനോടും സംസാരിച്ചതിൽ റിട്ടേൺ ചെയ്യാൻ വെച്ചിരുന്ന ഗുഡ്സ്, അതായത് ഡെലിവറി ചെയ്യാൻ സാധിക്കാതെ റിട്ടേണിലായി വെച്ചിരുന്ന ഗുഡ്സിൽ നിന്നാണ് നമുക്ക് ഈ 2 കണ്ടെയ്നർ കണ്ടെത്തിയിട്ടുള്ളത്. മിഠായി പാക്കറ്റുകളുടെ പുറമെ നൽകിയ മേൽവിലാസം വ്യാജമാണെന്ന പ്രാഥമിക അന്വേഷണത്തിൽ എക്സൈസ് സംഘത്തിന് ബോധ്യമായി. മേൽവിലാസം വ്യാജമായതിനാൽ പാഴ്സൽ പാക്കറ്റുകൾ തിരിച്ചയക്കുവാൻ സ്ഥാപനത്തിൽ സൂക്ഷിച്ചതായിരുന്നു. സ്ഥാപന മാനേജ്മെന്റിനെയും ജീവനക്കാരെയും ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. ഇത്തരത്തിലുള്ള മിഠായി പാക്കറ്റുകൾ യുവാക്കളെയും കുട്ടികളെയും ലക്ഷ്യമിട്ടാണ് വിപണിയിൽ ഇറക്കുന്നത്. ഇക്കാര്യത്തിൽ മാതാപിതാക്കളും സ്കൂൾ അധ്യാപകരും ശ്രദ്ധ വേണമെന്ന് ഉദ്യോഗസ്ഥർ ഓർമ്മപ്പെടുത്തി. സിറ്റി വിഷൻ, അടിമാലി.